الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا. صدق الله العظيم. أيها الإخوة المؤمنون، أوصيكم وإياي أولا بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അഭ്യുദയകാംക്ഷികളായ ജ്യേഷ്ഠാനുജ സുഹൃത്തുക്കളെ, ബഹുമാന്യരായ സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് എൻ്റെ സ്വന്തത്തെയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസികൾ എപ്പോഴും ശുഭപ്രതീക്ഷയുള്ളവരായിരിക്കണം. നിരാശ മുഅ്മിനീങ്ങളെ പിടികൂടാൻ പാടില്ല. ഇഹലോകത്തിൻ്റെ കാര്യത്തിലും പരലോകത്തിൻ്റെ കാര്യത്തിലും നിരാശ ബാധിക്കരുത് എന്ന് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നിരാശ സത്യനിഷേധികളുടെ അടയാളമാണ്, ലക്ഷണമാണ്. സത്യവിശ്വാസികൾ എപ്പോഴും ശുഭപ്രതീക്ഷയുള്ളവരായിരിക്കും, ഓപ്റ്റിമിസ്റ്റുകളായിരിക്കും, പെസിമിസ്റ്റുകളാവുകയില്ല. സൂറത്ത് യൂസുഫിലെ 87-ാമത്തെ ആയത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സംഭവ ബഹുലമായ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മക്കളോട് ഉപദേശിക്കുന്ന ഒരു ഉപദേശമുണ്ട്. വലാ തൈഅസൂ മിൻ റൗഹില്ലാഹ് ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അല്ലാഹുവിൻ്റെ ആശ്വാസത്തെ സംബന്ധിച്ച്, അല്ലാഹു ഒരു തുറസ് നൽകുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. ഇപ്പോഴുള്ള ഈ പ്രയാസം, പ്രതിസന്ധി, ബുദ്ധിമുട്ടുകൾ എല്ലാം നീങ്ങും. അല്ലാഹു ഒരു പ്രതീക്ഷ, അല്ലാഹുവിൻ്റെ ഒരു ആശ്വാസം, ഒരു വിജയം, നല്ലൊരു ഭാവി, അതിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശരാകാൻ പാടില്ല.
ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. സത്യനിഷേധികളല്ലാതെ അള്ളാഹുവിൻ്റെ സഹായത്തിൽ, അള്ളാഹുവിൻ്റെ ആശ്വാസത്തിൽ, അള്ളാഹു നൽകുന്ന തുറവിയെ സംബന്ധിച്ച് ഒരിക്കലും നിരാശരാവുകയില്ല. സത്യനിഷേധികൾക്ക് മാത്രമാണ് നിരാശയുണ്ടാവുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതായി പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 56-ാമത്തെ ആയത്ത് പറയുന്നു, ഖാല വമൻ യഖ്നതു മിൻ റഹ്മതി റബ്ബിഹി ഇല്ലദ്ദാല്ലൂൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹുവിൻ്റെ കരുണയെ തൊട്ട് സത്യനിഷേധികളല്ലാതെ ആരാണ്, വഴിപിഴച്ചവരല്ലാതെ, വഴികേടിലായവരല്ലാതെ മറ്റാരാണ് നിരാശരാവുക? ഹിദായത്ത് ലഭിച്ചവർ, സന്മാർഗം ലഭിച്ചവർ ഒരിക്കലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശരാവുകയില്ല. അവർ പ്രതീക്ഷാനിർഭരമായ മനസ്സുമായി നല്ലൊരു ഭാവിക്ക് വേണ്ടി, നല്ലൊരു നാളേക്ക് വേണ്ടി അവർ കണ്ണിലെണ്ണയൊഴിച്ചു കാത്തിരിക്കും. ദുനിയാവിന്റെ കാര്യത്തിലും ആഖിറത്തിന്റെ കാര്യത്തിലും. ആഖിറത്തിൽ പാപങ്ങൾ ഒരുപാട് ചെയ്തവർ, സ്വന്തത്തോട് അതിക്രമം ചെയ്തവരെ സംബന്ധിച്ച് പറഞ്ഞെടുത്തും പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ. അല്ലാഹുവിന്റെ കരുണയെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശരായി മാറരുത്. അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, അവൻ സകലമാന പാപങ്ങളും പൊറുത്തു തരുന്നവനുമാണ്. എവിടെയും ഒരു മുഅ്മിൻ എപ്പോഴും ഒപ്റ്റിമിസ്റ്റ് ആവണം, പ്രതീക്ഷയുള്ളവനാവണം. മനുഷ്യ ജീവിതത്തിന്റെ വിജയത്തിന് 3 കാര്യങ്ങൾ അത്യാവശ്യമാണ്. ഒന്ന് ശുഭപ്രതീക്ഷ, മറ്റൊന്ന് കാത്തിരിപ്പ്, സ്വബർ, കാത്തിരിക്കണം, വെയിറ്റ് ചെയ്യണം, ധൃതി കാണിക്കരുത്, പെട്ടെന്ന് എല്ലാം കിട്ടണമെന്ന് ആശപ്പെടരുത്. അത് നിരാശയിലേക്കും ആത്മഹത്യയിലേക്കും ആശാഭംഗത്തിലേക്കും ജീവിത നൈരാശ്യത്തിലേക്കും മനുഷ്യനെ നയിക്കുന്നതാണ്. 3-ാമത്തത് കഠിനാധ്വാനമാണ്. പ്രതീക്ഷ വേണം, അതിനനുസരിച്ചുള്ള കാത്തിരിപ്പ് വേണം, ലക്ഷ്യം നേടുന്നതിന് വേണ്ടി കഠിനാധ്വാനം നടത്തുകയും ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ചരിത്രത്തിൽ നമ്മൾ മുഹമ്മദ് അൽ ഫാത്തിഹിനെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ടാകും. 1400-കളിൽ ജീവിച്ചുപോയ ഓട്ടോമൻ സാമ്രാജ്യത്തിലെ 7-ാമത്തെ സുൽത്താനായ മുഹമ്മദ് അൽ ഫാത്തിഹ്, ദിഗ്വിജയിയായ മുഹമ്മദ് ദി കോൺക്രയർ, ജയിച്ചടക്കിയ വിജയീഷുവായ വിജയിയായ മുഹമ്മദ് അൽ ഫാത്തിഹ് എന്നാണ് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അൽ ഫാത്തിഹ് എന്ന പേര് വീഴാൻ കാരണം അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ ഗുരുവായ ഷംസുദ്ദീൻ അദ്ദേഹത്തിന്റെ വൈജ്ഞാനികമായ വളർച്ചയ്ക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട കൊട്ടാരത്തിലെ ഗുരുവായിരുന്നു ഷംസുദ്ദീൻ. താൻ അറിവ് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മുഹമ്മദ് അൽ ഫാത്തിഹ് ഇസ്ലാമിക വിജ്ഞാനത്തിൽ പരിശുദ്ധ ഖുർആൻ, ഹദീസ്, ഫിഖ്ഹ് തുടങ്ങിയ വിഷയങ്ങളിലും മറ്റുള്ള ഭൗതികമായ രാഷ്ട്രതന്ത്രജ്ഞ, മറ്റുള്ള വിഷയങ്ങൾ, ഭൗതികമായ വിഷയങ്ങൾ എല്ലാറ്റിലും നല്ല നിപുണനായിരുന്നു. ഹദീസ് പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ ഷംസുദ്ദീൻ എന്ന തന്റെ ഗുരു ആ കുഞ്ഞുമോന്റെ കാതിൽ ഒരു ഹദീസ് മന്ത്രിച്ചു കൊടുത്തു. ഹാക്കിം റിപ്പോർട്ട് ചെയ്ത, അഹ്മദ് റിപ്പോർട്ട് ചെയ്ത, ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ ലതുഫ്തഹന്നൽ ഖുസ്തൻതീനിയ ഫലനിഅമൽ അമീറു അമീറുഹാ വലനിഅമൽ ജയ്ഷു ദാലികൽ ജയ്ഷ്. ലതുഫ്തഹന്നൽ ഖുസ്തൻതീനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ പ്രവചനമാണത്.
കോൺസ്റ്റാന്റിനോപ്പിൾ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി വിരാജിക്കുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ കീഴിലേക്ക് വരിക തന്നെ ചെയ്യുന്നതാണ്. എന്നിട്ടൊന്നുകൂടി നബി പറഞ്ഞു, ഫലനിഅമൽ അമീറുഹ, അന്നത്തെ നായകൻ, അന്നത്തെ അമീർ, അന്നത്തെ ഭരണാധികാരി, കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുന്നതിന് വേണ്ടി സൈനികമായ മുന്നേറ്റം നടത്തുന്ന സൈന്യത്തിന്റെ അധിപൻ, ഫലനിഅമൽ അമീർ, ആ അമീർ എത്ര നല്ലവൻ, വലനിഅമൽ ജയ്ഷു ദാലികൽ ജയ്ഷ്, ആ സൈന്യം എത്ര നല്ല സൈന്യം. ഇതാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. ഈ ഹദീസ് കൊച്ചുബാലനായിരുന്ന മുഹമ്മദ് ഇബ്നു മുറാദിന്റെ മനസ്സിൽ വല്ലാതെ സ്ഥാനം പിടിച്ചു. മറക്കാതെ മനസ്സിന്റെ ചെപ്പിൽ അത് സൂക്ഷിച്ചു വെച്ചു. മുഹമ്മദ് അൽ ഫാത്തി തീരുമാനിച്ചു, ഞാനായിരിക്കണം ആ അമീർ, എന്റെ സൈന്യമായിരിക്കണം ആ സൈന്യം. അദ്ദേഹം ഉസ്മാനിയ ഖിലാഫത്തിന്റെ, ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ 7ാമത്തെ സുൽത്താനായിട്ട് അധികാരമേറ്റപ്പം തന്റെ 22ാമത്തെ വയസ്സു മുതൽ അദ്ദേഹത്തിന്റെ സ്വപ്നം ഇതായിരുന്നു. ഒരേ ഒരു ലക്ഷ്യം, ഒരേ ഒരു സ്വപ്നം. പ്രവാചകന്റെ പ്രവചനം കഴിഞ്ഞ് 8 നൂറ്റാണ്ട് പിന്നിട്ടിട്ടുണ്ട്. ഈ 8 നൂറ്റാണ്ടുകൾക്കിടയിൽ മുആവിയ റളിയല്ലാഹു അൻഹു മുതൽ ഒരുപാട് സ്വഹാബി വര്യന്മാരും ഒരുപാട് അബ്ബാസിയ ഭരണകൂടത്തിലെ ഭരണകർത്താക്കളും അടക്കം ലോകത്തെ വ്യത്യസ്ത ഭരണാധികാരികൾ ഈ ഹദീസ് കണ്ടവരാണ്, വായിച്ചവരാണ്. അവർക്കൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ ജയിച്ചടക്കണമെന്ന്. പക്ഷേ അവർക്കൊന്നും സാധ്യമാവാത്ത 1100 വർഷം റോമാ സാമ്രാജ്യത്തിന്റെ ഈറ്റില്ലമായി, തലസ്ഥാനമായി, റോമാ സാമ്രാജ്യത്തിന്റെ അഭിമാനമായിട്ട് തല ഉയർത്തി നിന്നിരുന്ന ഇന്നത്തെ ഇസ്തംബൂൾ, തുർക്കിയിലെ ഇസ്തംബൂൾ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ്. ആ സ്ഥലം എന്റെ പൂർവികന്മാർക്ക് ജയിച്ചടക്കാൻ കഴിഞ്ഞിട്ടില്ല. 8 നൂറ്റാണ്ട് കാലമായി അത് വെള്ള പേപ്പറിൽ കറുത്ത മഷി പുരണ്ടുകൊണ്ട് ഹദീസായിട്ട് കിടക്കുകയാണ്. എനിക്കത് സാധ്യമാവുകയില്ല എന്നല്ല ചിന്തിച്ചത് അദ്ദേഹം. എന്നെക്കാളും പ്രഗത്ഭരായ ഭരണാധികാരികൾ കടന്നു പോയിട്ടുണ്ട്. അവർക്കൊന്നും സാധിക്കാത്തത് എനിക്കെങ്ങനെ സാധിക്കും എന്നതിനെ സംബന്ധിച്ചല്ല അദ്ദേഹം ചിന്തിച്ചത്. എനിക്കത് സാധിക്കും, എനിക്കത് കഴിയണം. പ്രതീക്ഷ വെച്ചിരുന്നു അദ്ദേഹം കാത്തിരുന്നു, അദ്ദേഹം കഠിനാധ്വാനം നടത്തി. അങ്ങനെ ചരിത്രം പറയുന്നു, 1453 മെയ് 29-ാം തീയതി അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുകയുണ്ടായി. അത് കീഴടക്കുന്നതിന് വേണ്ടി അദ്ദേഹം വലിയൊരു നാവിക സൈന്യത്തെ സജ്ജമാക്കി. അദ്ദേഹം ബോസ്ഫറസ് കടലിടുക്കിന് ഈ കോൺസ്റ്റാന്റിനോപ്പിളിലെ കോട്ടയ്ക്ക് വിപരീത ദിശയിൽ വലിയൊരു കോട്ട അദ്ദേഹം പണിതു. ബോസ്ഫറസ് കടലിടുക്ക് കടന്നിട്ട് വേണം ഈ സമുദ്രത്തിലൂടെ പോയി കോൺസ്റ്റാന്റിനോപ്പിളിലെ കോട്ട തകർക്കാൻ. പക്ഷേ ബോസ്ഫറസ് കടലിടുക്കിന് സെൻട്രലായി, നടുവിലായി വലിയൊരു ഭീമാകാരം ചങ്ങല അവിടെ ബന്ധിച്ചിരിക്കുകയാണ്. ഒരു കപ്പലും അങ്ങോട്ട് കടന്നു പോകാൻ കഴിയാത്ത വിധം. എന്ത് ചെയ്തു? അദ്ദേഹം നിരാശനായി മടങ്ങിയില്ല. അദ്ദേഹത്തിന്റെ കപ്പലുകൾ മുഴുവനും ഒരു രാത്രിയിൽ റോമാ സൈന്യം കാണാതെ അവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അദ്ദേഹം കരയിലൂടെ കപ്പലോടിച്ചു. ചരിത്രത്തിൽ ആദ്യമായി കരയിലൂടെ കപ്പലോടിച്ച, ചരിത്രത്തിൽ അവസാനമായും ഇന്നേ വരെ കരയിലൂടെ കപ്പലോടിച്ച വ്യക്തി ദിഗ്വിജയ് എന്നാണ് മുഹമ്മദുൽ ഫാത്തിഹ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഉരുണ്ട മരങ്ങൾ കൊണ്ടുവന്ന് കരയിൽ ആ ഉരുണ്ട മരങ്ങൾ വെച്ച് അതിന്റെ മുകളിലൂടെ കപ്പൽ കൊണ്ടുപോയി അദ്ദേഹം സമുദ്രത്തിലേക്ക് മറുകര കടന്ന് അവിടെ നിന്ന് പോരാട്ടം നടത്തി. ഏതാനും ദിവസങ്ങൾക്കകം കോൺസ്റ്റാന്റിനോപ്പിൾ അദ്ദേഹം കീഴടക്കുകയുണ്ടായി.
പ്രിയമുള്ളവരെ, ഓർക്കേണ്ടത്, പ്രതീക്ഷയോടുകൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറിയപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനം സാക്ഷാത്കരിക്കുവാൻ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലമായിരുന്നു. അത് ജയിച്ചടക്കാനും കീഴടക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. കഠിനാധ്വാനം നടത്തി അദ്ദേഹം ലക്ഷ്യം നേടി. സലാഹുദ്ദീൻ അയ്യൂബിയെ നമുക്കറിയാം. അദ്ദേഹമാണ് ഖുദ്സിന്റെ വിമോചകനായിട്ട് അറിയപ്പെടുന്നത്. സലാഹുദ്ദീൻ അയ്യൂബിയാണ് 90 വർഷങ്ങൾക്ക് ശേഷം, 9 പതിറ്റാണ്ടിന് ശേഷം ഖുദ്സ് മോചിപ്പിച്ചത്. നമുക്കറിയാം, ക്രിസ്താബ്ദം 638 മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ് ഖുദ്സ് മോചിപ്പിച്ചത്. അവിടെ മോചിപ്പിച്ചു മസ്ജിദുൽ അഖ്സ, മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ ഖിബലയായ മസ്ജിദുൽ അഖ്സ. ആ മസ്ജിദുൽ അഖ്സയിൽ പ്രാർത്ഥന ആരംഭിച്ചത്, നമസ്കാരം ആരംഭിച്ചത് ക്രിസ്താബ്ദം 638 ക്രിസ്താബ്ദം 1099 വരെ 4 നൂറ്റാണ്ട് കാലം ബങ്കുലി മുടങ്ങി മസ്ജിദുൽ അഖ്സയുടെ മുകളിൽ നിന്ന്. അവിടെ മുസ്ലിമീങ്ങളുടെ സുജൂദ് കൊണ്ട് പരിപാവനമായി മസ്ജിദുൽ അഖ്സ. എന്നാൽ 1099 കുരിശ് ശക്തികൾ ഒന്നാം കുരിശ് യുദ്ധത്തിലൂടെ മസ്ജിദുൽ അഖ്സ അവർ പിടിച്ചടക്കി. 17 ലക്ഷത്തോളം ഫലസ്തീൻ മുസ്ലിമീങ്ങളെ കൂട്ടക്കശാപ്പ് നടത്തി. ഫലസ്തീനിന്റെ തെരുവുകളിലൂടെ മുസ്ലിമീങ്ങളുടെ ചുടുചോര ചാരിട്ടൊടുക്കി. ഏറ്റവും വലിയ കിരാതമായ ക്രൂരമായ നരവേട്ടക്ക് ഫലസ്തീനും ജെറൂസലമും മസ്ജിദുൽ അഖ്സയും ഇരയാവുകയുണ്ടായി. 1099 മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ട മസ്ജിദുൽ അഖ്സ 90 വർഷക്കാലം പിന്നീട് അത് തിരിച്ചുപിടിക്കാൻ മുസ്ലിമീങ്ങൾക്ക് കഴിഞ്ഞില്ല. മസ്ജിദുൽ അഖ്സ പള്ളിക്ക് പകരം പന്നിക്കാഷ്ടവും പന്നിമൂത്രത്തിന്റെയും ദുർഗന്ധം തളം കെട്ടി നിൽക്കുന്ന പന്നികളെ വളർത്തുന്ന കേന്ദ്രമാക്കി അവർ മാറ്റി കുരിശ് ശക്തികൾ. മസ്ജിദിന്റെ വരാന്തയിൽ കുതിരാലയം തുടങ്ങിയവർ കുതിരകളെ കെട്ടുന്ന ആലയമാക്കി മാറ്റി. അങ്ങനെ മലിനപ്പെട്ട് കിടന്ന മസ്ജിദുൽ അഖ്സ മോചിപ്പിക്കണം. അതിനുവേണ്ടി പലരും ശ്രമം നടത്തി. ഇമാദുദ്ദീൻ അദ്ദേഹം രംഗത്ത് വന്നു. അദ്ദേഹം മുസ്ലിമീങ്ങളെ സംഘടിപ്പിച്ചു. മുസ്ലിങ്ങൾ ഛിന്ന ഭിന്നമായി പോയിരുന്നു, മുസ്ലിങ്ങളെ വിഘടിച്ചു പോയിരുന്നു. ഓർക്കണം സഹോദരങ്ങളെ, ചരിത്രത്തിൽ എവിടെ നമ്മൾ ഭിന്നിച്ചു നിന്നിട്ടുണ്ടോ, എവിടെ നമ്മൾ പരസ്പരം വിഴുപ്പലക്കിയിട്ടുണ്ടോ, എവിടെ നമ്മൾ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ പരസ്പരം ചെളിവാരി എറിഞ്ഞിട്ടുണ്ടോ, എവിടെ ഭിന്നിച്ചിട്ടുണ്ടോ, അവിടെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്തിന് ഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്വന്തം ജീവനടക്കം നഷ്ടപ്പെടും. ഇന്നും അങ്ങനെയാണല്ലോ. നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി തമ്മിലടിക്കുകയും ഭിന്നിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇമാദുദ്ദീൻ മുസ്ലിം തകർച്ചയുടെ ഈ രോഗം മനസ്സിലാക്കി, മുസ്ലിമീങ്ങളെ സംഘടിപ്പിച്ചു, ഐക്യപ്പെടുത്തി. പക്ഷെ അദ്ദേഹത്തിന് ഖുദ്സ് മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ശേഷം നൂറുദ്ദീൻ സങ്കി വന്നു, അദ്ദേഹത്തിന്റെ പിൻഗാമിയായി. അദ്ദേഹം ഖുദ്സിന്റെ വിമോചനത്തിന് വേണ്ടി മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചു, ഒറ്റക്കെട്ടാക്കി നിർത്തി, പോരാട്ടങ്ങൾ നടത്തി. അദ്ദേഹത്തിനും വിജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ ഘട്ടത്തിൽ അദ്ദേഹം ഒന്ന് ചെയ്തു, പ്രതീക്ഷയുടെ ഒരു മിമ്പർ നിർമ്മിച്ചു. പ്രതീക്ഷയുടെ ഒരു മിമ്പർ നിർമ്മിച്ചു അദ്ദേഹം. 1168 അദ്ദേഹം ഒരു മിമ്പർ ഉണ്ടാക്കി. എന്തിനാണ് ഈ മിമ്പർ? ജെറൂസലമിൽ ഒരു പള്ളി പോലുമില്ല. ഖുദ്സ് പിടിച്ചടക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയില്ല. മുസ്ലിം ലോകം ഛിന്ന ഭിന്നമായി കിടക്കുകയാണ്. ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അവിടെയാണ് നൂഹ് നബി കപ്പലുണ്ടാക്കിയതുപോലെ വരാൻ പോകുന്ന പ്രളയം. നല്ല വേനൽക്കാലത്ത് വെള്ളമില്ല, നദികളില്ല, പുഴകളില്ല. ആ സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലുണ്ടാക്കിയപ്പോ ആളുകൾ പറഞ്ഞു, പിരാന്തനാണ് അവൻ, ഭ്രാന്തനാണ്. കണ്ടില്ലേ, ഈ കൊടും വേനലിൽ കപ്പലുണ്ടാക്കുന്നത് എങ്ങോട്ട് സഞ്ചരിക്കാൻ വേണ്ടിയാണ്. മഹാനായ നൂറുദ്ദീൻ സങ്കി മിമ്പർ ഉണ്ടാക്കിയപ്പോൾ ആളുകൾ പരിഹസിച്ചു, ഇതെവിടെ കൊണ്ടുപോയി സ്ഥാപിക്കാനാണ്? നൂറുദ്ദീൻ സങ്കി പറഞ്ഞു, ഈ മിമ്പർ മസ്ജിദുൽ അഖ്സയിൽ സ്ഥാപിക്കാനുള്ളതാണ്. ജനങ്ങൾ പറഞ്ഞു, സാധ്യമാണോ? നൂറുദ്ദീൻ എങ്ങനെ ജയിച്ചടക്കാനാണ്? കുരിശ് സൈന്യം അതിശക്തമാണ്, അവർ ജയിച്ചടക്കാൻ എങ്ങനെ കഴിയും? അമേരിക്കയെ ജയിച്ചടക്കാൻ, ഇസ്രയേലിനെ ജയിച്ചടക്കാൻ,
അങ്കുലി പരിമിതരായ ദുർബലരായ ഹമാസിനോ ലബനാനിനോ മുസ്ലിം ലോകത്തിനോ സാധിക്കുമോ എന്ന് ചോദിക്കുന്നത് പോലെ അന്നും അതേ ചോദ്യമുയർന്നു. സാധ്യമാവുകയില്ല. നൂറുദ്ദീൻ സംഘി 19 വർഷക്കാലം മിമ്പർ സ്ഥാപിച്ചുകൊണ്ട് കാത്തിരുന്നു. നൂറുദ്ദീൻ സംഘിക്ക് ആ മിമ്പർ മസ്ജിദുൽ അഖ്സയിൽ സ്ഥാപിക്കാൻ സാധിച്ചില്ല. എന്നാൽ പിന്നീട് നൂറുദ്ദീൻ സംഘിയുടെ മരുമകനായ സലാഹുദ്ദീൻ അയ്യൂബി കടന്നു വന്നു. അദ്ദേഹം ശക്തമായ മുന്നേറ്റം നടത്തി, മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചു, പോരാട്ടം നടത്തി, കുരിശ് യോദ്ധാക്കളെ പരാജയപ്പെടുത്തി. 1187 ജൂലൈ 4-ാം തീയതി അദ്ദേഹം മസ്ജിദുൽ അഖ്സ കീഴടക്കി എന്ന് മാത്രമല്ല, നൂറുദ്ദീൻ സംഘി തന്റെ പൂർവീകനായ നൂറുദ്ദീൻ സംഘി സ്ഥാപിച്ചെടുത്ത പ്രതീക്ഷയുടെ പ്രതീകമായ ആ മിമ്പർ കൊണ്ടുവന്ന് മസ്ജിദുൽ അഖ്സയുടെ മിഹ്റാബിൽ വെച്ചുകൊണ്ട് ആ ആദ്യത്തെ വെള്ളിയാഴ്ച അവിടം പരിശുദ്ധമായ ഖുത്ബ നിർവഹിക്കുകയുണ്ടായി. 9 പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായിട്ട് ബാങ്ക്വലി മുടങ്ങി മസ്ജിദുൽ അഖ്സയുടെ മിനാരങ്ങളിൽ നിന്ന് ആ മസ്ജിദിൽ മിമ്പർ സ്ഥാപിച്ചുകൊണ്ട് അവിടെ ഖുത്ബ നിർവഹിച്ചു നൂറുദ്ദീൻ സംഘിയുടെ നേതൃത്വത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, കൈവിടാത്ത പ്രതീക്ഷയുടെ തിരിവെട്ടവുമായി ചരിത്രത്തിൽ മുന്നേറിയവരെല്ലാം വിജയം കൈവരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ തുറസിനെ സംബന്ധിച്ചില്ല, അള്ളാഹുവിന്റെ പ്രതീക്ഷയെ സംബന്ധിച്ച്, റൂഹിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശാഭരിതരാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയത് പ്രതീക്ഷയാണ്. പ്രതീക്ഷ ഉണ്ടാവേണ്ടതുണ്ട്. ഇന്ന് ഡിസംബർ 6-ആണ്. നിങ്ങൾക്കറിയുമോ, 32 വർഷങ്ങൾക്ക് മുമ്പ് ബാബരി മസ്ജിദിന്റെ താഴിക കുടങ്ങൾ ഫാസിസ്റ്റ് കരങ്ങളാൽ തട്ടി തകർക്കപ്പെട്ട ആ ദിവസമാണ് ഇന്ന് ഡിസംബർ 6. 32 വർഷമായി ആ പള്ളി നശിപ്പിക്കപ്പെട്ടിട്ട് 75 വർഷം മുമ്പ് 949 ഡിസംബർ 22-ാം തീയതിയാണ് ആ മസ്ജിദിൽ അവസാനമായി നമസ്കാരം നിർവഹിക്കപ്പെട്ടത്. അന്ന് മുതൽ അവിടെ ബാങ്കുലിയില്ല, നമസ്കാരമില്ല, മുസ്ലിമിന്റെ സുജൂദിന്റെ സാന്നിധ്യമില്ല. 75 വർഷമായി. എന്നും അത് മസ്ജിദ് തന്നെയായിരിക്കും. അത് കാത്തിരിപ്പാണ്. അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനമാണ് സത്യവിശ്വാസിയുടെ പ്രതീക്ഷയും ആയുധവും. ഓർമ്മപ്പെടുത്തലുകളാണ് ഏറ്റവും വലിയ ആയുധമെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മറവിക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല ഒരു മസ്ജിദും, മറവിക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല ഒരു നീതി നിഷേധവും. പ്രിയമുള്ളവരെ, ഓർമ്മപ്പെടുത്തലുകൾ തലമുറകൾ കൈമാറണം. മസ്ജിദുൽ അഖ്സയുടെ വിമോചനം അങ്ങനെയാണ് ഉണ്ടായത്. കോൺസ്റ്റാന്റിനോപ്പിൾ ജയിച്ചടക്കിയത് അങ്ങനെയാണ്. മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കടുത്ത പീഡനങ്ങൾക്കിരയായി കൊണ്ടിരിക്കുന്ന ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു സംഘവും വന്നില്ലേ? പ്രവാചകനോട് ചോദിച്ചില്ലേ, പ്രവാചകരെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹായാഭ്യർത്ഥന നടത്തുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? നിങ്ങളുടെ പൂർവ്വകാപികൾ നബി വിവരിച്ചു കൊടുക്കുകയാണ്. അവർ കൊല്ലപ്പെട്ടു എന്നല്ല വിവരിച്ചു കൊടുക്കുന്നത്, ഹദീസ് കൃത്യമാണ്. നബി പറയുകയാണ്, ഒരു കുഴി കുഴിച്ചു, ആ കുഴിയിലേക്ക് നിങ്ങളുടെ പൂർവ്വഗാമികളെ ഇറക്കി നിർത്തി, എന്നിട്ട് അവരുടെ തലമുകളിൽ ഈർച്ചവാള് വെച്ചു, അവരെ 2ആയിട്ട് പിളർത്തി. അവർ റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വല്ലാഹി, സർവശക്തനായ നാഥൻ തന്നെ സാക്ഷ്യം, ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംറ ഹത്താ യസീറ الراكب من صنعاء الى حضرموت. അറേബ്യയുടെ ഒരറ്റമായ സൻആ മുതൽ ഹളർമൗത്ത് വരെ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാതെ, ഒരാട്ടിൻകുട്ടിക്ക് ചെന്നായല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാതെ നിർഭയമായി സ്വച്ഛന്തമായി സഞ്ചരിക്കുവാനുള്ള സാഹചര്യം അറേബ്യയുടെ മണ്ണിൽ ഉണ്ടാകും. അല്ലാഹു സാക്ഷി എന്ന് ഹബീബായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയാണ്. പ്രിയമുള്ളവരെ, നബി ഹിജറ പോകുന്ന സമയത്താണ് ഒരു നാട് വിട്ടിട്ട് മറ്റൊരു നാട്ടിലേക്ക് പലായനം നടത്തുകയാണ്. ജീവിക്കാൻ വേണ്ടിയല്ല, ഇസ്ലാമിനെ നട്ടുവളർത്താൻ വേണ്ടി. ജീവിക്കാൻ വേണ്ടിയാണെങ്കിൽ പ്രവാചകന് ജീവിതത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. പ്രവാചകൻ പരലോകത്തെ മോഹിച്ചവനാണ്. പക്ഷേ ഇസ്ലാമിനെ നട്ടുവളർത്തണം, അതിന് നല്ലൊരു ഭൂമിക ലഭിക്കണം. മദീനയിലേക്ക് പലായനം നടത്തുമ്പോൾ
സ്വന്തം നാടായ മക്കയോടുള്ള വെറുപ്പ് കൊണ്ടുമല്ല പോകുന്നത്. മക്കയോട് വിട പറയുമ്പം ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഏ മക്ക, ഞാൻ പിച്ച വെച്ചു വാർന്ന മണ്ണേ, നിന്നോട് വിട പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. പരിശുദ്ധമായ മക്കയോട് പ്രവാചകൻ, കഅബ സ്ഥിതി ചെയ്യുന്ന മക്കയോട് പ്രവാചകൻ വിട പറയുമ്പോ ആ വിഷമത്തോടു കൂടി പ്രവാചകൻ പോവുകയാണ് മദീനത്തേക്ക്. അപ്പോഴാണ് സുറാഖ പിടിക്കാൻ പിന്നാലെ വന്നത്. ആ സുറാഖ പിടിക്കാൻ പിന്നാലെ വന്ന് ചരിത്രം ചുരുക്കി പറയാം. അപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടികൂടാൻ കഴിയുന്നില്ല. നബി തങ്ങൾ അദ്ദേഹത്തിന് അടുത്ത് വന്നു. അദ്ദേഹം അഭയം ആഗ്രഹിച്ചുകൊണ്ട്, അഭയം ആവശ്യപ്പെട്ടുകൊണ്ട് വന്നപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറയുന്നൊരു വാക്കുണ്ട്. സുറാഖ, ദരിദ്രനായ സുറാഖയോട്, 100 ഒട്ടകം മോഹിച്ചുകൊണ്ട് പ്രവാചകനെ പിടിക്കാൻ വേണ്ടി വന്ന സുറാഖയോട് നബി പറയുകയാണ്, സുറാഖ, നിന്റെ കൈകളിൽ കിസ്രയുടെ വളകൾ അണിയിക്കപ്പെടുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ചു നീ എന്ത് വിചാരിക്കുന്നു എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. കിസ്രയുടെ കളി, ഹർമുസിന്റെ മകൻ കിസ്രയുടെ, പേർഷ്യൻ ചക്രവർത്തിയുടെയോ സ്വന്തം നാട്ടിൽ അക്രമം, അധർമ്മം മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ്, മദീനയിലേക്ക്. ആ പ്രവാചകനാ പറയണത് മദീനത്തിന്റെ അല്ല, പേർഷ്യൻ സാമ്രാജ്യം, അന്നത്തെ അമേരിക്ക, അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിന്റെ കൊട്ടാരം ജയിച്ചടക്കി, ആ കൊട്ടാരത്തിൽ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്തുകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുഴുവൻ ഖജനാവുകൾ പാവങ്ങൾക്ക് തുറന്നു കൊടുത്ത് ആ രാജാവിന്റെ ആധിപത്യം ഇല്ലാതെയാക്കി ഇസ്ലാമിന്റെ നീതിയുടെയും ധർമ്മത്തിന്റെയും പതാക പേർഷ്യയുടെ കോട്ടയിൽ വിജയ വൈജയന്തിയായി പാറിപ്പറക്കും. അന്ന് ആ രാജാവിന്റെ കിരീടവും വളകളും നിന്റെ കയ്യിൽ അണിയിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോ അത് സാക്ഷാത്കരിച്ചു കൊടുത്തു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സുറാഖയെ വിളിച്ചു. സുറാഖയെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കിസ്രയുടെ വളയണിഞ്ഞു, കിസ്രയുടെ ഉടവയണിഞ്ഞു കൊടുത്തു, കിസ്രയുടെ കിരീടം തലയിൽ വെച്ചു കൊടുത്തു. ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനത്തിന്റെ സാക്ഷാത്കാരമാണ് എന്ന് ഓർമ്മപ്പെടുത്തി പ്രിയമുള്ളവരെ. അതുകൊണ്ട് ചരിത്രം നമ്മോട് പറയുന്നത്, അള്ളാഹു നമ്മോട് പറയുന്നത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുന്നത് പ്രതീക്ഷയോടുകൂടി മുന്നേറുവാനാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രതീക്ഷയോടുകൂടി മുന്നേറാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഉസിക്കും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിൽ 55-ാമത്തെ ആയത്തിൽ നമ്മൾ ഉത്ബോധിപ്പിക്കുന്നത്, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. അവരുടെ പൂർവ്വഗാമികൾക്ക് അല്ലാഹു ഭൂമിയുടെ പ്രാതിനിധ്യം നൽകിയതുപോലെ, ഭരണസാരഥ്യം നൽകിയതുപോലെ നിങ്ങൾക്കും അല്ലാഹു ഭരണസാരഥ്യം നൽകുമെന്നും വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും. നിങ്ങൾക്ക് വേണ്ടി തൃപ്തിപ്പെട്ടു തന്ന മതത്തിന് പടച്ച തമ്പുരാൻ സ്വാധീനം നൽകുമെന്നും അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. ഈ ഭയത്തിന്റെ അന്തരീക്ഷത്തിന് പകരം നിർഭയത്വത്തിന്റെ അന്തരീക്ഷം അല്ലാഹു നിങ്ങൾക്ക് പകരമായി നൽകുമെന്നും അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. 3 വാഗ്ദാനങ്ങളാണ് പടച്ച റബ്ബ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, അല്ലാഹു നിങ്ങൾക്ക് നാട്ടിന്റെ അധികാരം നൽകുമെന്നാണ്.
രണ്ടാമതൊന്ന് നിങ്ങളുടെ മതത്തിന്, ദീനിന് അള്ളാഹു സ്വാധീനമുണ്ടാക്കും, ഇസ്സത്തുണ്ടാക്കും. മൂന്നാമതൊന്ന് നിങ്ങൾക്ക് ഭയപ്പാടില്ലാതെ നിർഭയത്വത്തോടുകൂടി ജീവിക്കുവാനുള്ള സാഹചര്യം പടച്ച തമ്പുരാനുണ്ടാക്കും. അള്ളാഹു വെച്ച നിബന്ധന ഷർത്ത് വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്ത്, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിം ഉമ്മത്ത് ഈമാൻ കൊള്ളുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും അഅമാലു സ്വാലിഹാത്ത് ചെയ്യുകയും ചെയ്താൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ സമഗ്രതയും സമ്പൂർണ്ണതയും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും വൈയക്തികമായ, കൗടുംബികമായ, സാമൂഹികമായ, സാമ്പത്തികമായ, രാഷ്ട്രീയമായ മേഖലകളിലും മുഴുവനും പടച്ച റബ്ബിൻ്റെയും റസൂലിൻ്റെയും നിർദ്ദേശങ്ങൾ ശിരസാ വഹിച്ചുകൊണ്ട് പോകുന്നതിനാണ് അഅമാലു സ്വാലിഹാത്ത് എന്ന് പറയുക. അങ്ങനെ വിശ്വാസത്തോടുകൂടി അഅമാലു സ്വാലിഹാത്ത് ചെയ്യുന്ന, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന, ദൗത്യ നിർവഹണത്തിന് കഠിനാധ്വാനം ചെയ്യുന്ന, ശുഭപ്രതീക്ഷയോടുകൂടി മുന്നേറുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരസജ്ജരായി മുന്നോട്ട് വരുന്ന ജനവിഭാഗം, അവർക്ക് പടച്ച തമ്പുരാൻ വാഗ്ദാനം ചെയ്ത സംഗതിയാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദാനം അവൻ ലംഘിക്കുകയില്ല, അവൻ വാഗ്ദാന ലംഘകനല്ല. അള്ളാഹുവിൻ്റെ വാഗ്ദാനം ശിരസാ വഹിക്കപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. പക്ഷേ ഈ ക്വാളിറ്റി, ഈ ഗുണങ്ങൾ മുസ്ലിം ഉമ്മത്തിനുണ്ടാകണം. ഈ ഗുണങ്ങളുള്ളവരായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു മുസ്ലിം ഉമ്മത്തിനെ ഇസ്സത്തിലാക്കുമാറാവട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പടച്ച തമ്പുരാൻ നമ്മെ കരകയറ്റുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم شتت شملهم وفرق جمعهم وزلزل أقدامهم يا رب العالمين. اللهم انصر جيوش المسلمين، اللهم انصر جيوش المسلمين في فلسطين. اللهم انصر جيوش المسلمين في كل مكان. اللهم انصر المسلمين المستضعفين في كل مكان. اللهم انصر المسلمين في الهند. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. عباد الله، أقم الصلاة.